ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ നമ്മളുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിജ്ഞ എടുക്കുക അല്ലെങ്കിൽ തീരുമാനം എടുക്കുക. അപ്പൊ 2026 നമ്മുടെ തീരുമാനമാണ് നമ്മൾ ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്നു. ചില ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ട്രെയിനേഴ്സോ ഒക്കെ പറയും ഞാൻ 7 ദിവസം കൊണ്ട് പഠിപ്പിക്കാം, ഒരാഴ്ചയും കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് 2 ആഴ്ചയും കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്നൊക്കെ. ഓഫ് കോഴ്സ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. പക്ഷേ എനിക്ക് 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 14 ദിവസം കൊണ്ടൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പഠിച്ച ഒരു മെത്തേഡ് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് പ്രൂവൻ ആയിട്ടുള്ള ഒരു 2-3 പോയിന്റ്സ് ഉണ്ട്. അത് മാത്രം ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഫസ്റ്റ് മന്ത് ജാനുവരി മന്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടേ, നിങ്ങളൊരു ഭാഷ എങ്ങനെയാണ് പഠിച്ചത്? ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ സംസാരിക്കുന്ന മലയാളം നിങ്ങൾ എങ്ങനെയാ പഠിച്ചത്? ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അമ്മ. വെരി ഗുഡ്. അമ്മ. ഈ കുഞ്ഞ് അമ്മ എന്ന് പറയുന്നത് കണ്ടോ? ഈ കുഞ്ഞിന് അമ്മ എന്ന് എഴുതാൻ പറ്റുമോ? സ്ലേറ്റും പെൻസിലും ഒക്കെ എടുത്ത് അമ്മ എന്ന് എഴുതാൻ പറ്റുമോ? പല്ല് പോലും മുളച്ചിട്ടില്ല, അപ്പോഴാണ് അമ്മ എന്ന് എഴുതുന്നത്. അത് പറയുന്നത് എങ്ങനെയാ? അതിന്റെ അമ്മ പറയുന്നത് കേട്ട് 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 ആണല്ലോ. അപ്പൊ നമ്മുടെ ചുറ്റിനും എല്ലാവരും മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ എന്നോട് നിങ്ങൾ പറയുവാണ് വലിയൊരു കട്ടിയുള്ളൊരു മലയാളം വാക്ക് പറയുവാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് എഴുതാൻ നന്നായിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നത് എന്താ? എന്നോട് എല്ലാവരും മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്നോട് എല്ലാവരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഞാൻ ഇതുപോലെ ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞേനെ. അപ്പൊ നമുക്കിപ്പോ സംസാരിക്കാൻ ഒരാളില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയുന്നതും എഴുതുന്നതും തമ്മിൽ വലിയ കണക്ഷൻ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭാഷ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കേട്ടും പഠിക്കാം. വേറൊരു എക്സാമ്പിളോടെ ഞാൻ കാണിച്ചു. What is that? This is for the anklets. Oh, how do you know English? On the beach, Bhaiya. But you speaking very good. What's your name? My name is Jyoti, Bhaiya. Jyoti. Yes, Bhaiya. Okay. So you study? No study, Bhaiya. Then how you speak English very On well? the beach, Bhaiya. In beach? Yes, sir. Oh. Okay, just Oh my God. That's good. take one, no, Bhaiya. I do wear braid your hair. I do wear it. You know also English? Yes. Huh? Oh. I speak also Russia, Bhaiya. Don't worry. Russia also? Yes, How many Bhaiya. language you know? I know, Bhaiya. 5 years, 5, 4. ആ വീഡിയോയ്ക്കകത്ത് ആ പെൺകുട്ടി പറയുന്നതുണ്ടോ, ഞാൻ ബീച്ചിലാണ് ഇംഗ്ലീഷ് പഠിച്ചത്. എന്തിനാ ഇംഗ്ലീഷ് പഠിച്ചത്? അതിന്റെ ജീവിത മാർഗമാണ്. അപ്പൊ ചിലപ്പോൾ അത് സ്കൂളിൽ പോയിട്ടുണ്ടാവാം, വിദ്യാഭ്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. പക്ഷെ ഇതൊന്നും നമ്മളെ മാറ്റർ ചെയ്യുന്നില്ല. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നതിന് നമ്മുടെ ഏജോ ജെൻഡറോ ഒന്നും നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾക്ക് ഒരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു 2-3 പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കൃത്യമായിട്ട് 1 മന്ത് ഫോളോ ചെയ്യുക. ഇതിനിടയ്ക്ക് 1-2 ദിവസമൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ സ്കിപ്പ് ആകും. അത് 2 ദിവസം ഒന്നിച്ചിരുന്ന് ചെയ്യാം അങ്ങനൊന്നും വിചാരിക്കരുത്. ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. സെക്കൻഡ് മന്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും നമ്മളെ മാറ്റർ ചെയ്യരുത്. ചിലർ പറയാൻ വരും, ഓ വലിയ ഇംഗ്ലീഷ് പഠിത്തക്കാരൻ വന്നേക്കുന്നത് അല്ലെങ്കിൽ വലിയ ഇംഗ്ലീഷുകാരൻ വന്നേക്കുന്നത്, ഇതൊന്നും മാറ്റർ ചെയ്യരുത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഈയിടയ്ക്ക് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. ആ ക്യാപ്ഷനിൽ ഒരു ചെറിയൊരു ഇംഗ്ലീഷിന്റെ സെന്റൻസിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവരെടുത്തതായി പറയുന്നത്, ഓ വലിയ ഇംഗ്ലീഷുകാരൊക്കെയാ, എന്നിട്ട് കണ്ടോ മിസ്റ്റേക്ക് വരുത്തിയേക്കുന്നതെന്ന്. ചിലപ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പോലും അറിയില്ല. പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തെറ്റുണ്ടോ അത് ചൂണ്ടിക്കാണിക്കാൻ വരും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് പേടിച്ച് എന്റെ തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമെന്ന് പേടിച്ച് ഇംഗ്ലീഷ് പറയാതിരിക്കരുത്. ഇവിടെ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളവരില്ല. രണ്ടാമത്തെ കാര്യം, ആരോടും പറയാനും പോകണ്ട. ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുവാണെന്നുള്ളത് സീക്രട്ട് ആയിട്ടിരുന്നാൽ മതി. നമുക്കൊരു ജോലി കിട്ടി സക്സസ്ഫുൾ ആകുമ്പോൾ റിസൾട്ട് നാട്ടുകാർ കണ്ടോളും. രണ്ടാമത് ചെറിയൊരു കാര്യം. ഒന്നാമത്തേത് ആരെ അറിയിക്കേണ്ട, ആരോട് പറയണ്ട, ആരെന്ത് പറഞ്ഞാലും മാറ്റർ ചെയ്യണ്ട. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചെറിയ രീതിയിൽ ഇംഗ്ലീഷിന്റെ സ്റ്റോറീസ് യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ 1-2 ലിങ്ക്സ് ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ 1-2 സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാം. ഇതുപോലത്തെ ചെറിയ ചെറിയ കാർട്ടൂൺ വീഡിയോസ് അല്ലെങ്കിൽ 5 മിനിറ്റ്സിന്റെ ഷോർട്ട് സ്റ്റോറീസ് കാണാം. ഈ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ കാണുമ്പം നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ സബ് ടൈറ്റിൽസ് CC എന്ന് പറഞ്ഞ സബ് ടൈറ്റിൽസ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ടെലഗ്രാമോ അല്ലെങ്കിൽ നമ്മുടെ TVക്കകത്തെ മൂവീസ് ആണെങ്കിലും എന്ത് കണ്ടാലും അതിന്റെ സബ് ടൈറ്റിൽസ് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ അവരുടെ അതേ ടോണിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാ വാക്കിന്റെയും ഡിക്ഷണറി വെച്ചിട്ട് അർത്ഥം കണ്ടുപിടിക്കാൻ പോവരുത്. കുറെയൊക്കെ കാണുമ്പോഴും കുറെയൊക്കെ വായിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയൊക്കെ മതി. രണ്ടാമത് പിന്നെയും കാണുക, മൂന്നാമത് പിന്നെയും കാണുക, ഒന്നിച്ച് തന്നെ കാണുക എന്നല്ല. ഇപ്പൊ ഇന്ന് ഞാനൊരു ഷോർട്ട് സ്റ്റോറി കണ്ടെന്ന് വിചാരിച്ചു, ആഫ്റ്റർ 7 ഡേയ്സ് വേണമെങ്കിൽ ഒന്നുകൂടെ അത് തന്നെ കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലാവാതെ പോയ കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഓക്കെ.
രണ്ടാമത്തെ കാര്യം, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ സബ് ടൈറ്റിൽസ് വായിക്കണമെന്ന്. ഇതിന് ശേഷം നിങ്ങളിത് നിങ്ങളോട് തന്നെ പറഞ്ഞു നോക്കുക. ആ ഒരു 5 മിനിറ്റിന്റെ സീരീസ് കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് കണ്ടതെന്ന് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. ആദ്യം ഒന്നും വെളിയിൽ വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്തിട്ട് എന്താ കണ്ടേന്ന് നമ്മൾ എഴുതി നോക്കാം. എഴുതിയിട്ട് അത് 1-2 തവണ വായിച്ചിട്ട് നിങ്ങൾ എന്താണ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നോ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എന്റെ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എങ്ങനെയാണ് കണ്ടത്, എന്താണ് കണ്ടത്, ഇമോഷൻസ് ചേർത്ത് വേണം പറയാൻ. ഇമോഷൻസ് ചേർത്ത് വേണം പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടു. Banana surprise! There was a cartoon monkey sitting on a branch enjoying banana. As it finished having the banana, it threw the peel on the ground. 3 boys were riding bicycles and one of them accidentally rode over the peel and slipped. This was a very short video of 3 to 4 seconds. I'm just explaining it in English. This is how you're going to explain what you see, what you felt. ഏറ്റവും നല്ല ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കണ്ണാടി അല്ലെങ്കിൽ പല്ല് കേൾക്കുന്ന സമയത്ത് വാഷ്റൂമിന്റെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യും, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ ഇംഗ്ലീഷിൽ ചെറിയ രീതിയിൽ സംസാരിച്ചു തുടങ്ങുക. നമുക്ക് എപ്പോഴും നമ്മളെ നന്നായിട്ട് കാണാനാണ് ഇഷ്ടം. കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ മുടി നേരെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കും അല്ലേ. അതേപോലെ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് നമ്മൾ വിൽക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിന്ന് പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾക്ക് നമ്മളെ എപ്പോഴും നന്നായിട്ട് കാണണം. അതുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻറ്റ് അല്ല എങ്കിൽ നമ്മളത് ഫ്ലുവൻറ്റ് ആക്കാൻ വേണ്ടി മാക്സിമം പ്രാക്ടീസ് ചെയ്യുക മിററിന്റെ മുമ്പിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു 5 മിനിറ്റിന്റെ ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഒരു സീരീസ് കണ്ടു. നിങ്ങൾ ഈ സീരിയലും സിനിമയും ഒക്കെ ഇംഗ്ലീഷിൽ കാണുവാണെങ്കിൽ ബുക്കും പേപ്പറും പേനയൊക്കെ എടുത്ത് SSLC വെച്ചിട്ട് എഴുതുന്ന പോലെ അങ്ങനൊന്നും ഇരുന്ന് എഴുതരുത്. നിങ്ങൾ കട്ടിലേക്ക് കിടന്ന് റിലാക്സ് ആയിട്ട് കാണും. ഒന്നും മനസ്സിലായില്ല, കുഴപ്പമില്ല, രണ്ടാമത്തേന് മനസ്സിലായിക്കോളും. ഇപ്പൊ ഹാരി പോട്ടർ തന്നെ 8 സീരീസ് എന്തുണ്ട്, 7 എണ്ണം ഉണ്ട്, പാർട്ട് 2. അങ്ങനെ 7 സീരീസ് 1 തൊട്ട് 7 വരെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലായി കാണത്തില്ല. രണ്ടാമത് കാണുമ്പോൾ കുറച്ച് മനസ്സിലാവും. മൂന്നാമത് കാണുമ്പോൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വാക്ക് പോലും ഇംഗ്ലീഷിൽ പറയാൻ അറിയത്തില്ലെങ്കിൽ പതുക്കെ അതിൽ 1-2 വാക്കില്ല എങ്കിൽ ആ സെന്റൻസ് മനസ്സിലായില്ല എങ്കിൽ നോക്കിക്കോളൂ. അല്ലാതെ നിങ്ങൾ ഓരോ വാക്കിന്റെയും മലയാളം കണ്ടുപിടിക്കാൻ പോകരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ്സ് എടുത്ത് ഒരു സീരീസോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീരിയലൊക്കെ നമ്മൾ മലയാളത്തിൽ TV യിൽ കാണുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിൽ സീരീസ് ഉണ്ട് അല്ലെങ്കിൽ മൂവീസ് ഉണ്ട്. അതൊക്കെ ഒരു ഫുൾ മൂവി എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂറൊക്കെ, അത്രയൊന്നും ഇരുന്ന് വേണ്ട. അതിലൊരു അരമണിക്കൂർ ഇരുന്ന് കാണുക. കണ്ടിട്ട് മനസ്സിലായാലും കുഴപ്പമില്ല, അരമണിക്കൂർ കാണുക, നിർബന്ധമായിട്ട് അരമണിക്കൂർ കാണുക. ആ അരമണിക്കൂർ നമ്മൾ കണ്ടത് എന്താണെന്ന് നമ്മളോട് തന്നെ സംസാരിക്കാനും അത് എഴുതി നോക്കാനും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനും ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു 30 to 45 മിനിറ്റ്സ് നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ മതി. ബിലീവ് മീ, 1 മന്തിനകത്ത് നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവും. ഭയങ്കര ഇംഗ്ലീഷ് എക്സ്പേർട്ട് ആവുന്നല്ല, നിങ്ങൾക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഗ്രാമർ പഠിക്കണ്ടേ, സെന്റൻസ് കൺസ്ട്രക്ഷൻ, ഇതിൽ പ്രപ്പോസിഷൻ ഏതാ, കൺജങ്ഷൻ ഏതാന്നൊന്നും അറിയത്തില്ലല്ലോ. ഇതൊന്നും വേണ്ട. നിങ്ങൾ ആദ്യം ഇംഗ്ലീഷ് വേൾഡിലേക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ആവട്ടെ. അതുകൊണ്ട് ഈ 1 മന്ത് നിങ്ങൾ 30 to 45 മിനിറ്റ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പോവാണ്. 30 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? സിനിമയോ സീരീസോ യൂട്യൂബിൽ എന്തെങ്കിലും ഷോർട്ട് കാർട്ടൂൺസോ കാണുന്നു. പിന്നെ ഒരു പേപ്പറോ ബുക്കോ എടുത്തിട്ട് അത് എഴുതുവാണ് എന്താ കണ്ടേന്ന്. അതിനകത്ത് ടോം അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ജെറിയെ പിടിക്കുന്നു, ഇങ്ങനെയുള്ളതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ അത് എഴുതി വെച്ചു. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ അത് 2-3 തവണ വായിച്ചിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നു. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഞാൻ ആദ്യം യൂട്യൂബിൽ പോയി 3-4 വീഡിയോസ് സെർച്ച് ചെയ്തു, ഇതിൽ ഈ വീഡിയോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലാതെ അതിന്റെ കഥ മാത്രമല്ല, എൻറ്റയർ സിനേറിയോ വിത്ത് ഇമോഷൻസ് ആണ് പറയേണ്ടത്. അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. നിങ്ങൾ കോൺടാക്റ്റിന്റെ സെക്ഷനിൽ പോകണേ, ആദ്യം നിങ്ങളുടെ പേര് തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾ ഈ കണ്ട കാര്യങ്ങൾ നിങ്ങൾ ഈ വാട്സപ്പിൽ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് കേട്ട് നോക്കുക. ആദ്യത്തെ ദിവസമൊക്കെ വിചാരിക്കും എൻ്റെ പൊന്നി എന്ത് വൃത്തിയായിട്ട് ഇംഗ്ലീഷാണ്. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചേഞ്ചസ് കാണാം. നിങ്ങളുടെ ഡേറ്റ് അനുസരിച്ച് Day 1, Day 2, Day 3 എന്നുള്ള രീതിയിൽ ഹ്യൂമൻ ഡയറി പോലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ ചെയ്തിടുവാണെങ്കിൽ ജനുവരി 1 ഓഡിയോയും ജനുവരി 30 ഓഡിയോയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇത് മറന്നു പോകുന്ന ദിവസങ്ങളിൽ നെക്സ്റ്റ് ഡേ ഞാൻ 2 hours ചെയ്യും, അങ്ങനെ ഓവർ ബർഡൻ ചെയ്യരുത്. പിന്നെ അതൊരിക്കലും നടക്കത്തില്ല. ചെയ്യാൻ പറ്റുന്ന എല്ലാ ദിവസവും ചെയ്യുക. 30 to 45 ഡേയ്സിൽ
ഞാൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കാര്യം ആരും പറയുന്നത് മൈൻഡ് ചെയ്യരുത്, ആരെ അറിയിക്കുകയും ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ 30 മിനിറ്റ് ഏതെങ്കിലും ഒരു വീഡിയോ, മൂവിയോ, സീരീസോ എന്തെങ്കിലും കാണുക, അത് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കണ്ണാടിയുടെ മുമ്പിൽ. 4, വാട്സപ്പിൽ ഓഡിയോ ഇടുക, അത് കേൾക്കുക. അങ്ങനെ സെൽഫായിട്ട് ഡെയിലി നിങ്ങൾ 10ൽ 1 മാർക്ക്, 10ൽ 5 മാർക്ക്, 10ൽ 8 മാർക്ക്, അങ്ങനെ നിങ്ങൾ തന്നെ സെൽഫ് അനലൈസ് ചെയ്യുക. പാർട്ട് 2-നകത്ത് ഗ്രാമറും സെന്റൻസ് കൺസ്ട്രക്ഷനും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. Thank you for watching. 2026 will be good for all of us. Happy New Year.